ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഹെഡ് പോയി 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 ഫസ്റ്റ് ബാഡ് ബോയ്സ് സിനിമയുടെ ന്യൂ സ്റ്റില് വന്നിട്ടുണ്ട്. മഴയത്ത് നല്ല കട്ട മാസില് റഹ്മാൻ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇതാണ് കേട്ടോ. ആള് ഒമർ ലുലു. അതെ, ഒമർ ലുലു ഫണ്ണാണ്. അതിൽ മാത്രമേ പേടിയുള്ളൂ. റഹ്മാന്റെ കാര്യത്തിൽ നമുക്ക് പേടിയില്ല അല്ലേ? നല്ല ക്യാരക്ടർ ആയാൽ മതിയായിരുന്നു. നമ്മുടെ നാട്ടുകാരനുമാണ്. ഈ ഒരു ലുക്കിലൊക്കെ വന്നിട്ടേ അതായത് മാസമായാൽ മതിയായിരുന്നു. യെസ്. ഓക്കെ, അടുത്ത കിഴി ഗരുഡൻ സിനിമ OTT ഡേറ്റ് പറഞ്ഞതായിരുന്നു, അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ഡേറ്റ് വന്നിട്ടുണ്ട്, പുതിയ പ്ലാറ്റ്ഫോമ്. സിംപ്ലി സൗത്തിലാണ് സിനിമ വരുന്നത്, ജൂലൈ 3-ന്. ഓക്കെ, നമ്മുടെ സൂരി പിന്നെ ഉണ്ണിമൂന്നൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ കേട്ടോ. എത്തിയ സിനിമയാണ്. എത്തിയ സിനിമ. വിജയ് ദേവാർകൊണ്ട 12ാമത്തെ സിനിമ VD12. യെസ്. സിനിമയുടെ 30 ദിവസത്തെ ഷെഡ്യൂള് വിസാഖ് അവിടെയായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഷെഡ്യൂള് ശ്രീലങ്കയിൽ, അതും ഒരു 30 ദിവസത്തെ തന്നെയായിരിക്കും. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. ഗൗതം തിന്നാനൂരിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സിനല്ലൂർ സിഗ്നൽ. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രഭുദേവ നായകനാവുന്ന സിനിമയാണ് ഇതേ പോസ്റ്റർ. എങ്ങനെയുണ്ട് മച്ചാനെ? കൊള്ളാം. ആള് ഡാൻസറാണോ? മ്യൂസിക് വിത്ത് ബോഡി ഷോ, മ്യൂസിക് വിത്ത് ട്രാഫിക് പോലീസ് അല്ലേ? ആള് ട്രാഫിക് പോലീസുകാരനാണ്, എന്നാൽ നല്ലൊരു ഡാൻസറുമാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഈ കാര്യങ്ങൾ ചില ആൾക്കാരെയൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നൊരു സംശയം ഉണ്ടോ? അല്ല, പാട്ട് അതും പറയാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ പേര് വന്നതുകൊണ്ടേ ആ സിഗ്നലിൽ നിൽക്കുന്ന പോലീസുകാരനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കഥ നടക്കുന്നെങ്കിലും അതെ, പോലീസുകാരനല്ല, അല്ലാതെ എന്തോ ഒരു സിഗ്നലിൽ കഥകൾ നടക്കാം, പറയാൻ പറ്റില്ല. എന്തും ആവും, എന്ത് സംഭവിച്ചേക്കാം. ഇനി ഒരു ആവരുതേ എന്നുള്ളൊരു പ്രാർത്ഥന പറയട്ടെ. അതായത് ഈ സിഗ്നലിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരൻ ആളെ ഒരു കിഡിലും ഡാൻസർ കാണുന്നു. അത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ. ആളെ ആ കഴിവ് തിരിച്ചറിഞ്ഞ് എന്നിട്ട് വീണ്ടും കൊണ്ടുപോയി സ്റ്റേജിലേക്കൊക്കെ എത്തി വലിയൊരു റിയാലിറ്റി ഷോ, അതായത് സ്റ്റേജ് ഷോ വിജയിക്കുന്നു. ഇത് മാത്രം ചെയ്യരുത് പ്ലീസ്. ബോളിവുഡാണ് ഇത് കണ്ടിട്ടും അടുത്ത സാധനമാണല്ലോ. എന്തായാലും ജയം രാജയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. യുവാൻ ശങ്കർ രാജയാണ് സിനിമയുടെ മ്യൂസിക്. ഓക്കെ, അടുത്തത് അണലി സിനിമയുടെ ഷൂട്ട് ഭയങ്കരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മിഥുൻ മാനുവലിന്റെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്, വെബ് സീരീസ് ആണ്. ആള് തന്നെ ചെയ്യുന്ന ഗംഭീരമായിട്ട് വരാനിരിക്കുന്ന വെബ് സീരീസ്. നന്നായാ മതി, അതുകൊണ്ടാണല്ലോ അങ്ങനെ വരാനിരിക്കുന്നു. എന്തായാലും അടുത്ത കിഴി അറ്റ്ലി സൽമാൻ ഖാൻ മൂവി. സിനിമയില് കമൽ ഹാസൻ പ്രധാന വേഷത്തിലെത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് രജനികാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രജനികാന്ത് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന പുതിയ വാർത്തകൾ. ഓക്കെ, അതായത് ഈ സിനിമയിൽ 2 പ്രധാന വേഷങ്ങളാണുള്ളത്. അത് 2 നായകന്മാരായിട്ട് ഇവർ 2 പേരും വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് കാമിയൊന്നും അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താകും? ഇന്നലത്തെ ഒന്ന് മാറ്റി പറഞ്ഞു, അപ്പം നാളെ മാറ്റി പറയുന്നു. സമയം കിട്ടും. ദളപതി 69 സിനിമയിലെ നായികയായിട്ട് സമന്ത, നമ്മുടെ സമന്ത. യെസ്, ഓക്കെ, സമന്ത വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ, കൺഫേം അല്ല. യെസ്, അപ്പോൾ ദളപതി 69, അതായത് നമ്മുടെ തെറി കോംബോ വീണ്ടും തെറി ജോഡി. ഓക്കെ, വിനോദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. എന്തായാലും കണ്ടറിയാം. ഓക്കെ, അടുത്തത് പഞ്ചായത്ത് ജെട്ടി സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ജൂലൈ 26. മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനുമാണ് സിനിമ റിട്ടേൺ ആൻഡ് ഡയറക്ഷൻ. നമ്മൾ പോസ്റ്റർ കണ്ടിട്ട്, അതായത് 2 പാർട്ടിയിൽ നിൽക്കുന്ന 2 രാഷ്ട്രീയ ചിന്താഗതിയുള്ള 2 പേർ, അതായത് പഞ്ചായത്ത് മെമ്പേഴ്സ് അല്ലേ, മത്സരിക്കുന്നതും കാര്യങ്ങളും കൊണ്ടുവരുന്നതാണ് അവിടുത്തെ സംഭവം. അതെ,
അതായത് കടത്ത തോണി പോവാനുള്ള ജട്ടി ഉണ്ടല്ലോ, ആ സാധനം അവിടെ അതെ 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 കൂടുതൽ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര പ്രശ്നം വരും. അടുത്തത് സൂര്യ 43. നിരാശ മാത്രം. സുധാ കൊങ്കാര സംവിധാനം ചെയ്യാനിരുന്ന സൂര്യ 43 ഒഴിവാക്കിയിട്ടില്ല, പക്ഷെ സൂര്യ പിന്മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി സൂര്യ 43 പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി അത് ധനുഷ് ആയിരിക്കും അടുത്തതായിട്ട് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ കാസ്റ്റിംഗ് മാറുമല്ലോ. ധനുഷ് പറയുന്നുണ്ട്, പിന്നെ അതുപോലെ ശിവകാർത്തികേയൻ പറയുന്നുണ്ട്. രണ്ടുപേരെന്തായാലും സാധ്യത കൂടുതലാണ്. പക്ഷെ ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് DQ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. ഇവരെ മാറിയാ DQ മാറൂലേ? അതാ ചോദിച്ചാൽ ഏജിന്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞാലും അത് അതിനകത്ത് വരുമല്ലോ. അപ്പം അതും മിക്കവാറും മാറിയേക്കാം, മാറാൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, സാരമല്ലടാ കൂട്ട, ശരിയാവും, എല്ലാം ശരിയാവും. അതായത് തഗ് ലൈഫിൽ ദുൽഖർ ഉണ്ടായിരുന്നു, ഇപ്പൊ സൂര്യ 43 ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നടക്കൂല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ, അല്ലേ? ദുൽഖർ അഭിനയിച്ചിട്ട് നടക്കൂലെന്ന്. ഓക്കെ, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അതെ, സത്യം. ചെറുക്ക ജനിച്ച മണ്ണിലേക്ക് തിരിച്ചു പാടാം, ഞങ്ങൾക്ക് വേണം നിങ്ങളെ. അവിടെ ഇങ്ങനെ പോയി കടന്നിട്ട്. അതെ, പിന്നെ കൽക്കി പോലത്തെ അങ്ങനെ അത് വേണം, വേണ്ടെന്നൊന്നും നമ്മൾ പറയില്ല, പക്ഷെ ഒരുമാതിരി ഒലക്കമേത്ത പോക്കുമായിരുന്നു. അടുത്തത് ബ്രിഗന്റ്. ഇപ്പൊ വിടാം, ഒരു 4-5 കിഴിയും കൂടെ ഉള്ളു, ഒന്ന് വെയിറ്റ് നേരെ ഇടകിടന്നിട്ട്. അതെനിക്കിഷ്ടായി. ഓക്കെ, ബ്രിഗന്റ് സിനിമ, അത് നമ്മുടെ സച്ചി ചെയ്യേണ്ടിയിരുന്ന ഒരു ആളുടെ ബിഗ് ഡ്രീം പ്രൊജക്റ്റായിരുന്നു. അത് നടക്കാൻ പോകുന്നില്ല, സംഭവം നമുക്കറിയാമല്ലോ. നമ്മളെ വിട്ടുപോയി, നമ്മുടെ മുത്തായിരുന്നു സച്ചി. അപ്പോൾ ആളുടെ സിനിമയായിരുന്ന അയ്യപ്പനും കോശിയില്ലേ, അതിൻ്റെ ഇടയിൽ ആൾ ഇതിൻ്റെ ഈ ഡ്രീം പ്രൊജക്റ്റിനെ കുറിച്ച് പൃഥ്വിരാജുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പൃഥ്വിരാജ് മമ്മൂക്കയെ സാക്ഷിയാക്കി ഇത് വലിയൊരു സ്റ്റേജിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് ടൊവിനോ, പൃഥ്വിരാജ്, മമ്മൂക്ക, ബിജു മേനോൻ, ഒരു 4 ആൾക്കാരാണ് ഇതിൽ പ്രധാന വേഷം ചെയ്യേണ്ടിയിരുന്നത്. ഒരാളും കൂടി ഉണ്ടായിരുന്നു. 5 പേരാണ്, 5 കള്ളന്മാരാണ്. ചാക്കോച്ചനാണോ ഫഹദാണോ? കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ആരൊക്കെയായിരുന്നു എന്നുള്ളത്. അതായത് ഈ 4 പേരെന്തായാലും ഇവര് കൺഫേം ആണ്. അപ്പോൾ ഇവരൊക്കെ പല രീതിയിലുള്ള കളവ് നടത്തുന്ന കള്ളന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ, അതും ഈ മലകൾ, പിന്നെ അതുപോലെ കാടുകൾ, ഇതിലൊക്കെ ഉള്ള കള്ളന്മാർ. അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതും സച്ചിയാണ് എഴുതുന്നെങ്കിൽ അതെ, അതേത് റേഞ്ച് സാധനമായിരിക്കും. അത് മമ്മൂക്കയായിട്ട് സെർച്ചും ചെയ്തിട്ടില്ല. സത്യം കേട്ടോ, അതൊരു വല്ലാത്തൊരു നഷ്ടം കേട്ടോ. അത് കേൾക്കുമ്പോൾ മമ്മൂക്കയുടെ മുഖത്തൊരു ഞെട്ടൽ, ഒരു പ്രത്യേക ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സച്ചി അത് വേണമെങ്കിൽ ഇനി പൃഥ്വിരാജിനൊക്കെ ചെയ്യല്ലേ, എങ്ങനെയാണെങ്കിൽ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് അറിയുമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്യാനാണെങ്കിൽ ഇനി അത് അയാൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആർക്കോ ചിലപ്പോൾ അങ്ങനത്തെ സാധനം ചെയ്യാൻ പറ്റിക്കോളും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പറയേണ്ട കാര്യം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നത് മമ്മൂക്കയ്ക്ക് ഒരു കുടുക്കിട്ട് വെച്ചതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം മമ്മൂക്ക ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, നിങ്ങൾ നോക്കി പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്നുള്ളൊരു സാധനം ഇട്ട് കൊടുത്താണോ എന്ന്. കാരണം മറ്റേ ആള് ഇന്റർവ്യൂല് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുരളി ഗോപി. അതായത് മമ്മൂക്കേനെ വെച്ചിട്ട് ലൂസിഫർ പോലത്തെ തന്നെ ഒരു അടാറ് സാധനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ആയതുകൊണ്ട് നടക്കില്ല, പക്ഷെ അതെന്തായാലും ഉണ്ടാവും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇനി മുരളി ഗോപിനോട് അങ്ങനെ സാധനത്തിന്റെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എഴുതാൻ? എന്താണാവോ, എന്തായാലും നോക്കാം. ബ്രിഗന്റ് പേര് കൊള്ളാം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം, നടക്കട്ടെ. ടോവിനോനൊക്കെ പൃഥ്വിചേട്ടൻ വിളിച്ചാൽ എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റും, അത്രേ ഉള്ളു. അതൊക്കെ പാഞ്ഞെത്തും. മമ്മൂക്കന്റെ കാര്യം മാത്രം നോക്കിയാൽ ഏതായാലും കൊള്ളാം. റംബാൻ സിനിമയെ കുറിച്ച് വീണ്ടും നിരാശയാണ്. ഞാൻ ഫുള്ള് നിരാശയാണല്ലോടാ, എന്ത് കഷ്ടത്. സൂര്യ 43 ഇപ്പത്തെ റംബാൻ. എന്താണെങ്കിലും റംബാനെ കുറിച്ച് ഒരു ചോദ്യം ഈ അമ്മയുടെ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് നമ്മുടെ ചെമ്പ വിനോദിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ചെമ്പ വിനോദ് പറഞ്ഞ അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇപ്പൊ അതിന് പറ്റിയൊരു സമയമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു നിരാശയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതായത് ചോദ്യം ഇതായിരുന്നു, റംബാൻ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കേട്ടു,
അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നീളത്തിൽ പറയാനുണ്ട് എന്നുള്ളതാണ്. ചിലപ്പം പറയാനുള്ളത് മറ്റേ ആ സാധനം തന്നെ ആയിരിക്കും. അതെ, ഏത് ഊമ്പാലാണോ? അതായത് ഈ ചോദ്യം ഉണ്ടല്ലോ ആ സമയത്ത് ചോദിച്ചതിന് ഇതിനെനിക്ക് കുറേ പറയാനുണ്ട് എന്നുള്ളതാവാം. അതായത് ഇതിന് കുറേ നേരം ഒന്ന് സംസാരിക്കണ്ടേ ആ രീതിയിലുള്ള അർത്ഥത്തില്. അല്ലെങ്കിൽ സംഭവം അതായത് ഡ്രോപ്പ് ആവാൻ കാരണം എന്ത് എന്നുള്ളത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഇപ്പോഴാണ് എനിക്ക് അത് കണക്ട് ചെയ്തിട്ടോ. മിക്കവാറും അതായിരിക്കും. അതിനെ കുറിച്ച് എനിക്ക് കുറെ പറയാനുണ്ട്, ഞാൻ പറയാം എന്ന് തന്നെ എനിക്ക് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഇതുവരെ എവിടെയും അങ്ങനത്തെ സാധനം വന്നിട്ടില്ല. അതായത് ഈ അമ്മേന്റെ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ സമയത്ത് അങ്ങനെ ചോദ്യം വന്നതുകൊണ്ടേ. അല്ലെങ്കിലും ആവശ്യമില്ലാത്ത സമയത്ത് ഒരു ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാൻ ഇങ്ങനെക്കാട്ടിലും വേറെ ബെസ്റ്റ് വേറെ മനുഷ്യനില്ല. എന്തായാലും ആ ചോദ്യം അവിടെ ഞാൻ എന്തായാലും ആ ചോദ്യം ഇഷ്ടപ്പെട്ടു. കാരണം അതിനെ കുറിച്ച് അറിയാനുള്ള ഒരു വ്യഗ്രതയിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ആള് പോയിട്ട് ലാലേട്ടനോട് ചോദിച്ചില്ല? വിവരം വെക്കും. ഒരു പ്രാവശ്യം പറഞ്ഞതാ ലാലേട്ടൻ. എന്തായാലും ചെറിയൊരു നിരാശ, ചെറിയൊരു നെഗറ്റീവ് അടിക്കുന്നുണ്ട് അതിൽ നിന്ന്, ചെമ്മൻ വിനോദിന്റെ മറുപടിയിൽ നിന്ന്. നോക്കാം. ഓക്കെ, അടുത്തത് കൽക്കി സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് ഗ്രോസ് ഒഫീഷ്യലായിട്ട് വിവരമിട്ടിട്ടുണ്ട് 555 കോടി. ഇതൊക്കെ എന്ത്, ഞങ്ങൾ ഇന്നും പോയിട്ടോ കൽക്കിക്ക് 2ാമത്തെ തവണ. ആചാര്യപുത്ര ഞാൻ വൈകി വന്നു. രോമാഞ്ചം ഒട്ടുമില്ല. ഇത്രവേ എന്താ സാധനല്ലേ പൊളി. സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ഒരു 2ാമത്തെ പ്രാവശ്യം കണ്ട ക്രിഞ്ചടിച്ച് പണ്ടാറടങ്ങി പോകും. കാണൂല കേട്ടോ, അത് ഓർപ്പിച്ചു പോട്ടോ. നമ്മളെ ആദ്യത്തേനകത്ത് പിന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ ഇതിലങ്ങ് കേറിപ്പോയി ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഇത് 2ാമത് ഇരുന്നിട്ട് സഹിക്കാൻ പറ്റുള്ളൂ, അൺസൈക്കബിൾ ആണ്. ഫസ്റ്റ് ഹാഫ് അതിനുശേഷം അമിതാഭ് ബച്ചൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ വേറെ റേഞ്ചാണ്. അടുത്തത് കങ്കുവ സിനിമേന്റെ ഒരു പുതിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഒരു 100 ദിവസത്തെ. അതെ, കങ്കുവ ഒക്ടോബർ 10, 2024. അടുത്ത അത്ഭുതമാണ്. കൽക്കിക്ക് ശേഷം അടുത്ത ഞെട്ടിക്കാനിരിക്കുന്ന അത്ഭുതം. ഇതിന് ശേഷം എന്താ ഞാൻ നോക്കിയതാ കൂടി എന്തെങ്കിലും ഉണ്ടോന്നില്ലേ? എന്തുണ്ടാവാനാ? റിലീസ് ഡേറ്റ് വരെ വന്നില്ലാത്ത ഇനിയിപ്പോ വരാനുള്ള ട്രെയിലർ. ദൈവമേ, ട്രെയിലർ. ഓക്കെ, അടുത്ത കിഴി തങ്കലാൻ. അതേ ഉള്ളൂ ട്രെയിലറിനെ കുറിച്ച്. അപ്പോഴേക്കും തങ്കലാൻ സിനിമയുടെ ട്രെയിലർ വരാൻ പോകുന്നു. നമ്മുടെ GVP ആണിത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഉടനടി ഒരു വേറെ ലെവൽ ട്രെയിലർ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സിനിമ കാത്തിരുന്നോന്ന് പറഞ്ഞേ. തങ്കലാന് വേണ്ടി മാത്രല്ല വേറെ ലെവൽ സിനിമയാണെന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ നേരത്താണ് ആള് സിനിമ മൊത്തം കണ്ടിട്ടുള്ളത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ആള് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്കറിയാം അതിന്റെ ഒരു ടീസർ വന്നപ്പോ തന്നെ ഏത് റേഞ്ച് സാധനം ചെയ്ത് വെച്ചേക്കും. അത് വേറെ ലെവലാണ്. ഇനിയിപ്പോ അതിന്റെ ട്രെയിലർ അതെ അപ്പൊ അവനെ കുറിച്ചിട്ട് 2 ദിവസം. എന്താണെങ്കിലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. രഞ്ജിത്ത് വിക്രം തകർക്കും.